പെഗ് ബോർഡ് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിൻ്റെ ഫീഡിലും നിറഞ്ഞിരിക്കുന്നത് ഈ പെഗ് ബോർഡാണ്. അപ്പോൾ തന്നെ പോയി ആമസോണിൽ സെർച്ച് ചെയ്തു. പ്രൈസ് കണ്ട് കിളി പോയ ഞാൻ പോയ കിളിയും പിടിച്ചിരുത്തി വീണ്ടും ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയാണ് ഫെയർലൈറ്റ് എന്ന് പറഞ്ഞ പേജിൽ ഈ പെഗ് ബോർഡ് ഉണ്ടാക്കുന്നത് കണ്ട്. അപ്പം തോന്നിയൊരാഗ്രഹമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 5-6 മാസം മുന്നേ വാങ്ങിച്ച ലാപ്ടാബിളിൻ്റെ കാർബോർഡും പപ്പടക്കോലും കള്ളിത്തുണിയും കൊണ്ട് ഞാനങ്ങ് തുടങ്ങി. ഈ കള്ളിത്തുണിയുടെ ബുദ്ധി എല്ലാവരും പ്രയോഗിക്കണമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് അതൊന്ന് ചെരിഞ്ഞാൽ ചെറുതായിട്ട് പണി പാളും. ഇത്രയും ഹോൾസുള്ളൊരു പെഗ് ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്. എന്തായാലും കുത്തും കോമിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ആകാം. അപ്പോഴാണ് മക്കളെ ഒരു കാര്യം മനസ്സിലായത്, ഇന്ധനം തീർന്നു. അതായത് പെയിൻറ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, ഏതായാലും ഒരുവിധം ഒക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം തോന്നിയൊരു ബുദ്ധിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. വൈറ്റ് പെയിൻ്റ് അല്ലേ നമ്മളതിൽ തീർന്നിട്ടുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ള കളേഴ്സ് വെച്ചിട്ട് ഒരു ബോഹോ തീം പെഗ് ബോർഡാണ് ചെയ്യുന്നത്. വീണിടം വിഷ്ണുലോകം എന്നാണല്ലോ. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. സത്യത്തിൽ ഈ പെഗ് ബോർഡ് ഒരു വർക്ക് സ്പേസും അതുപോലെ ടേബിളും ഒക്കെ ഉള്ളവർക്കാണ് ഹെൽപ്ഫുൾ ആവുക. ഞാൻ എൻ്റെ ഈ തട്ടിക്കൂട്ട് ക്രാഫ്റ്റ്സും DIYs ഒക്കെ ചെയ്യുന്നത് എൻ്റെ റൂമിലെ ഫ്ലോറിലും അതുപോലെ ബെഡിലും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ്. ദെൻ വൈ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിൻ്റെ പൂട്ട് എന്നാലോചിച്ചിട്ടാണ് ഇതുവരെ ഇത് ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഫീഡിൽ മൊത്തം ഇതാണുള്ളത്. പിന്നെ അത് കണ്ടപ്പോൾ ഉണ്ടാക്കാതിരിക്കാനും തോന്നിയില്ല. അപ്പം ഞാനിതാ ഒരു യുദ്ധം ജയിച്ച പ്രതീതിയോടുകൂടി എൻ്റെ പെഗ് ബോർഡ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, എങ്ങനെയുണ്ട് എൻ്റെ ബോഹോ തീം പെഗ് ബോർഡ്? ഫിനിഷിംഗ് ഒക്കെ കുറച്ച് കുറവാണെന്നറിയാം, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.